അളിയാ എല്ലാം പോയളിയാ. ഞങ്ങള് മനസ്സമ്മതം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഇവിടെ ഒരു കള്ളൻ കയറി. അമ്മാവനും ഇവിടെ പോയിട്ട് തിരിച്ചു വന്നല്ലോ. വന്നപ്പോ കള്ളൻ കയറി അമ്മാവനെ ഇടിച്ചിട്ട് ഇവിടെ ഇരുന്ന് സ്വർണ്ണം എടുത്തോണ്ട് പോയി. ഒന്നും കാണാനില്ല, ഒന്നും കാണാനില്ല. ഞാൻ പറഞ്ഞതല്ലേ ഇച്ചായനോട് എല്ലാം ഇട്ടിട്ട് പോയാ മതിന്ന്. ഞങ്ങൾക്ക് പിന്നെ ഒന്നും പോയില്ല, ഞങ്ങളുടെ ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ടാ ഞാൻ ഒന്നും സമ്പാദിക്കാത്ത. കള്ളൻ ആദ്യം കണ്ടതാരോ? അമ്മാവൻ. ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വന്നേ. നിങ്ങളാ കള്ളൻ ആദ്യം കണ്ടത്? അതെ. അപ്പൊ എന്ത് ചെയ്തു? ഞാൻ വന്ന് നോക്കുമ്പോ വാതിലിങ്ങനെ ചാരി നിക്കണേ ഉള്ളൂ. അപ്പൊ ഞാൻ തുറന്ന് അകത്ത് വന്ന് നോക്കിയപ്പോ അകത്തൊരു ശബ്ദം കേട്ടു. അപ്പൊ ഒരാൾ അങ്ങോട്ട് ഓർന്നു. ഞാൻ പിന്നാലെ ചെന്നു. അപ്പൊ എന്നെ തട്ടി മാറ്റിയിട്ട് അയാൾ കയ്യിലൊരു ചുവന്ന സെഞ്ചിയില് സ്വർണ്ണമൊക്കെ ഉണ്ടായില്ല. പിടിക്കാൻ ശ്രമിച്ചില്ലേ? അപ്പൊ ഓടി. ഞാൻ പിന്നാലെ ഓടി പോയിട്ട് ആ മതിലിന്റെ അവിടെ വെച്ചിട്ട് ഞാൻ പിടിച്ചു. അപ്പൊ എന്നെ തട്ടി മാറ്റിയിട്ട് മതില് ചാടി വെച്ച് ഓടി. ഞാനും പിന്നാലെ ഓടി ആ റബ്ബറിന്റെ അവിടെ വെച്ചിട്ട് വളഞ്ഞ് പിടിച്ച് ഒതുക്കി തരണം. എന്റെ പ്രായം എങ്ങനെയായിരുന്നില്ലേ, എന്നെ തട്ടി മറിച്ചിട്ടിട്ട് അപ്പൊ അങ്ങനെ അങ്ങോട്ട് പോയി. അമ്മാവന്റെ ദേഹത്തൊക്കെ ഇടിയൊക്കെ കിട്ടി. ആയുധം വല്ലതും ഉണ്ടായിരുന്നു കയ്യില്? ഒന്നുമില്ല, ഒരു പിടിച്ച ഒതുങ്ങില്ലെന്നേ അങ്ങനെ ഒരു ജന്തു. എന്താ അങ്ങനെ കഥ കൊള്ളാം. കളവാ. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, സത്യമായിട്ട് പറഞ്ഞോളാം. താനോട് രാവിലെ ഇറങ്ങി പോകുമ്പോ എന്താണോ പറഞ്ഞത്? എപ്പോ വരും പറഞ്ഞ? ഒന്നില്ലെങ്കിൽ വൈകിട്ട് വരും, അല്ലെങ്കിൽ നാളെ വരും എന്ന് പറഞ്ഞ. പിന്നെ എപ്പോഴാണ് വന്ന്? താൻ എപ്പോഴാ വന്ന്? ഞാൻ അപ്പൊ തന്നെ തിരിച്ചു വന്നു. അതിൽ തന്നെ കള്ളക്കഥയില്ല. അയ്യോ, കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല നിനക്ക്? ചേട്ടൻ എന്താ ഉദ്ദേശിച്ചത്? ഞാൻ ഉദ്ദേശിച്ച കള്ളനെ പിടിക്കാന്നുള്ളത്. അത് ആരായാലും എന്തൊക്കെയാണ് എന്റെ അമ്മാവനെ മോഷ്ടിച്ചെന്നാണ് പറഞ്ഞത്. എന്റെ അമ്മാവന് ഒരു വീട്ടിൽ നിന്നും ഒന്ന് മോഷ്ടിക്കേണ്ട കാര്യമില്ല. ഞങ്ങളുടെ കുടുംബം അങ്ങനത്തെ കുടുംബം അല്ല. എന്റെ പൊന്നുമകളെ, സാഹചര്യത്തിലൂടെ നിന്റെ അമ്മാവനെതിരാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആ വീട്ടിൽ ആളില്ലാത്തോണ്ടാണ് അപ്പൊ തന്നെ തിരിച്ചു വന്നത്. അല്ലാണ്ട് ഞാൻ വേറെ ആളും അവരുടെ കൊച്ചിന് അസുഖമായിട്ട് കോയമ്പത്തൂർക്ക് ചികിത്സക്ക് പോയി എന്ന് പറഞ്ഞപ്പോ പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ല, അപ്പൊ തന്നെ തിരിച്ചു വന്ന. അതിനാണ് സാറേ. അത് ഞാൻ വിളിച്ചു പറയാൻ, ഞാൻ ഇവിടെ എത്തിയത് വിളിച്ചു പറഞ്ഞ മോള് ഭക്ഷണമൊന്നും കഴിക്കാൻ നിൽക്കാണ്ട് ഓടി വരും. അത് വേണ്ട, എല്ലാം കഴിഞ്ഞ് വന്നോട്ടെ. എന്താ പ്രശ്നം എന്ന് പറയുമോ? ഈ കംപ്ലീറ്റ് നമ്മൾ ഈ കുടുംബാന്തരീക്ഷത്തിൽ ചോദിച്ചാൽ പറയില്ല. ഇയാളെ കൊണ്ട് ഞങ്ങൾ പറയിപ്പിക്കും. ഞങ്ങളെ പോലീസുകാരെ പണിയതാണോ? ആവശ്യമില്ലാണ് കാഹാഗുഹ പറഞ്ഞോണ്ടല്ലോ ഇടിച്ച് തന്നെ കൊണ്ട് പറയിക്കണോ? ഇവിടെ നിനക്ക് നാണമില്ലടാ? നിനക്ക് സ്വന്തം പെങ്ങളുടെ ആവരണ തൊട്ടിക്കൊണ്ടുപോയിട്ട് എത്രക്കാരനല്ലത്? എടോ, നിങ്ങളുടെയൊക്കെ ധാരണ അതാണ്. പക്ഷെ നിങ്ങൾ തിരുത്തിക്കോ. ഇയാള് കൂട്ടത്തിൽ നിന്ന് ഇയാള് പണിയാണ് കേട്ടോ. വിശ്വാസമില്ല. നിങ്ങളുടെ ഒക്കെ വിശ്വാസം ഞാൻ കട്ടുന്നാണില്ലേ? അതെ അതെ. എന്നെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുത്. പിന്നെ ഞാൻ സത്യം പറയാം. ക്ഷമിക്കണം കേട്ടോ. പറയണോ? ഞാനടുത്ത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആരുമില്ല എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് അങ്ങനെ തോന്നിപ്പോയതോ മോളെ. ഞാൻ അറിയാതെ കഷ്ടമായിപ്പോ കേട്ടാ. കഷ്ടമായിപ്പോ കുടുംബത്തിന് മാനം കളയാനായിട്ട്. അമ്മാവൻ അറിഞ്ഞിട്ട് ചെയ്തല്ല, പെട്ടെന്ന് അങ്ങനെ തോന്നിയപ്പോ എന്തോ ചെയ്തു പോയതാ. ഞങ്ങൾ അങ്ങനത്തെ ഫാമിലി അല്ല. അമ്മാവ എടുത്ത് എന്താ വെച്ചാ കൊടുത്തിട്ട് അമ്മ അവിടെ സ്ഥലം കാലിയാക്കാൻ നോക്ക്. ഇനി ഇവിടെ നിൽക്കണ്ട. പുറത്തിറങ്ങിട്ടുണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റില്ല സാറേ. ഞാൻ എടുത്ത തൊണ്ടി മുതൽ അങ്ങോട്ട് തന്നു കഴിഞ്ഞാൽ എന്നെ ഒഴിവാക്കും. എടുത്ത തൊണ്ടി മുതലേ തിരിച്ചു തന്ന കേസൊന്നും ഒഴിവാക്കുമെന്ന്. തൊണ്ടിമുതലെട്. എന്നെ ഒഴിവാക്കാന്ന് ഉറപ്പ് പറ. തൊണ്ടിയെട് ജോസി. വേണ്ട കൊണ്ട. ജോസി എന്താ വിളിക്കുന്ന? വാ കൊണ്ടുവാ. മോളെ, ഇതാണ് എനിക്ക് ഈ വീട്ടിൽ നിന്ന് കിട്ടിയ തൊണ്ടി മുതൽ. നീ തൊണ്ടി മുതൽ എങ്ങനെ ഇവിടെ വന്നെന്ന് അറിയണ്ടേ? എന്നോട് പറഞ്ഞ പോലെ പറയടാ. ഞാൻ ഈ പണി നിർത്തിയിട്ട് ഒരുപാട് നാളായി. ഈ സാറ് പറഞ്ഞിട്ടാണ് അല്ല സാറിനെ പറഞ്ഞത്. വീട്ടിൽ ഇപ്പൊ ആരുമില്ല. നീ വാതിൽ കുത്തി തുറന്ന് നേരെ അകത്ത് കയറി ഇടതുവശത്തുള്ള എന്റെ റൂമിൽ ചെന്ന് അലമാര തുറന്ന് ആ സ്വർണ്ണം എടുത്ത് എന്റെ കൈ കൊണ്ടുവരണമെന്ന്. എന്റെ അളിയനെ ഒരു പണി കൊടുക്കാറാണെന്ന്. സാറ് ചതിയരാ, അല്ലാതെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. എന്ത് കാണിക്കണത്? മനുഷ്യനെ നാണം കെടുത്താനായിട്ട്.
Sabian